കുട്ടികളുടെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മുടെ വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മാസം ഇവർ എന്തൊക്കെ ചെയ്ത് പിടിച്ചിരുത്തുക എന്നുള്ളതാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ഇനി ടി വി ഒരു 24 മണിക്കൂർ ഇങ്ങനെ ഫുൾ ഓൺ ആയിരിക്കും. അപ്പോൾ ആ ടി വി കാണലൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ ആമസോണിൽ നിന്ന് കുറച്ച് ഗെയിംസ് കുട്ടികൾക്ക് പറ്റുന്ന പോലത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു 2-3 നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ഒരു ഗെയിം എന്ന് പറയുന്നത് ഈ ഒരു ഫൂസ്ബോൾ അങ്ങോട്ടാണ് അതിന്റെ പേര് അതിൽ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് നെയിമൊന്നും എന്താണെന്ന് അറിയില്ല. എന്തായാലും 2 പേർക്ക് കൂടി കളിക്കാൻ പറ്റുന്ന ഒരു ബോർഡ് ഗെയിം ആണ് കേട്ടോ. അപ്പോൾ 2 ആൾക്കും ഇതേപോലെ 5 കോയിൻസ് ഉണ്ടാവും. ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റ് കളറിൽ. കാണുമ്പോൾ നമ്മുടെ ക്യാരം ബോർഡൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് കളിക്കുമ്പോൾ നമ്മുടെ എല്ലാ കോയിൻസും നമ്മുടെ സൈഡിലത്തെ അടുത്ത ആളുടെ സൈഡിലേക്ക് മാറ്റണം. അങ്ങോട്ട് മാറ്റി നമ്മുടെ സൈഡ് ഫുള്ള് ഫിനിഷ് ആവുമ്പോൾ നമ്മൾ വിന്നറാവും. ഈ ഒരു ഗെയിം പിന്നെ കാണാത്തവരായിട്ട് അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പോഴത്തെ ഒരുപാട് റീൽസിലത്തെ ഇങ്ങനെ ഗെയിംസിന്റെ റീൽസ് ഒക്കെ കാണുമ്പോൾ മിക്കപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഗെയിമും നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. നമ്മൾ വാങ്ങിച്ചപ്പോൾ ബോർഡിന്റെ സൈസ് കുറച്ച് ചെറുതായി പോയെന്നുണ്ടെങ്കിലും നമുക്ക് 2 ആൾക്കും കൂടി ഇതേപോലെ തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ആട്ടോ. അതിലപ്പോൾ യെല്ലോ കളറിലും ഉണ്ട്, പിന്നെ റെഡ് കളറിൽ അങ്ങനെ സെപ്പറേറ്റ് കോയിൻസ് പോലെ ഉണ്ട്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ 2 ആളും മാറി മാറി ഇതിങ്ങനെ ഇട്ട് വരുമ്പോൾ 4 സെയിം കളർ ആരുടെ ആവണോ അതിങ്ങനെ ഹൊറിസോണ്ടിലോ വെർട്ടിക്കലോ എങ്ങനെ വേണമെങ്കിലും ഷേപ്പിലാവാം. അങ്ങനെ ഫസ്റ്റ് സെയിം കളർ ഒരേപോലെ ആക്കുന്നത് ആരോ അവരായിരിക്കും വിന്നർ. ഈ ഒരു ഗെയിം എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഗെയിമും നമുക്ക് മക്കൾക്കാണെങ്കിലും ഈ ഒരു ഏജിലുള്ളവർക്കും അത് കളിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അവർക്കും ആ ഒരു ഗെയിമിന്റെ കാര്യമൊക്കെ അറിയാം. പിന്നെ കുറെയൊക്കെ മക്കൾക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കാറുണ്ട്. കാരണം നമ്മളൊരു അമ്മയാണല്ലോ, എന്തായാലും വിട്ടുകൊടുത്തിട്ട് അവർ ജയിച്ചോട്ടെ എന്ന് വിചാരിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു ഗെയിമിന് അവർ ഇരിക്കുള്ളൂ. അവർക്ക് കളിക്കാൻ അറിയാം, അവർ ജയിക്കുന്നുണ്ടെന്ന് കാണുമ്പോഴല്ല പിന്നെ അവർക്ക് കളിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ വാങ്ങിച്ചതായിരുന്നു. ഇതിന്റെ താഴെ കാണുന്ന പോലെ ആ ഒരു 1 ബ്ലാക്ക് 2 റെഡ് 3 ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ബോക്സസിലേക്ക് നമ്മൾ ആ മുകളിൽ കാണുന്നത് ഇങ്ങനെ മാഗ്നറ്റ് ബോൾസ് ആണ് കേട്ടോ. ആ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആ സെയിം കളർ ആ ബോക്സുകളിലേക്ക് ആക്കണം. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു മാഗ്നറ്റ് കിട്ടാറുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയി. അപ്പൊ ഞാൻ തൽക്കാലം വീട്ടിലുള്ള ഇങ്ങനത്തെ ഒരു മാഗ്നറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ആ ഗെയിം നമ്മൾ കളിക്കാറുള്ളത്. അടുത്ത ഈ ഒരു ടേബിൾ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ മാക്സിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അവിടുത്തെ നമ്മുടെ ബില്ലിംഗ് സെക്ഷന്റെ സൈഡിലേക്ക് പോയപ്പോഴായിരുന്നു ഈ ഒരു ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അതുകൊണ്ട് ആ ഗെയിമിന്റെ റൂൾസ് നമ്മളിങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. ഇത് കുറച്ച് അത്യാവശ്യം തല ഉപയോഗിക്കേണ്ട ഒരു ഗെയിമാണ്. കുറച്ചുകൂടി വലിയ കുട്ടികൾക്കായിരിക്കും ഈ ഒരു ഗെയിം ഒന്നും കൂടി മനസ്സിലാവുക. എന്തായാലും മക്കൾക്ക് അത്രയ്ക്കുള്ള ഒരു പ്രായമായിട്ടില്ല. നമ്മളിത് കണ്ടപ്പോൾ 12 റംസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കണ്ടിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഗെയിം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി വേണം ഇതിന്റെ റൂൾസ് ഒക്കെ ഒന്ന് പഠിക്കാനായിട്ട്. ഇങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഉണ്ടായതുകൊണ്ട് കുട്ടികൾ ടി വി കാണൽ ഫുള്ളായിട്ട് നിർത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. എന്നാലും അവർ കാണാനിരിക്കുന്ന ആ ഒരു ടി വിയുടെ കൂടുതൽ സമയമൊന്നും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കുറെ നേരം ടി വി കാണുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്തായാലും കുറച്ചു നേരമെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടാന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചതായിരുന്നു ഇതൊക്കെ.